ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 100. ഈശോ തന്റെ പിതൃ സഹോദരൻ അൽഫേയൂസിന്റെ വീട്ടിൽ, പിന്നീട് സ്വന്തം ഭവനത്തിൽ. ഈശോ തന്റെ ശിഷ്യരോടൊത്ത് ഗലീലിയായിലെ മനോഹരമായ കുന്നുകളിലാണ്. സൂര്യാസ്തമയം അടുത്തു. എങ്കിലും സൂര്യൻ ആകാശത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. വെയില് കൊള്ളാതിരിക്കാൻ അവർ മരങ്ങളുടെ തണലിലൂടെയാണ് നടക്കുന്നത്. ഒലിവു മരങ്ങൾ. ആ അതിര് കഴിയുമ്പോൾ നസ്രസാണ്. ഈശോ പറയുന്നു, നമ്മൾ വേഗം അവിടെ എത്തും. പട്ടണത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ നമ്മൾ തമ്മിൽ പിരിയുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നു. യൂദായും ജെയിംസും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ പിതാവിനെ കാണാൻ പോകും. പത്രോസും യോഹന്നാനും കൂടി ദരിദ്രർക്ക് ഭിക്ഷ കൊടുക്കാൻ പോകും. വെള്ളം കോരുന്ന ഉറവയുടെ സമീപം ഭിക്ഷുക്കൾ തീർച്ചയായും കാണും. മറ്റുള്ളവരും ഞാനും കൂടി അത്താഴം കഴിക്കാൻ വീട്ടിലേക്ക് പോകും. പിന്നീട് വിശ്രമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നല്ലവനായ അൽഫേയൂസിന്റെ പക്കലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അവിടെ ചെല്ലാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാക്കു കൊടുത്തിരുന്നതാണ്. ഹലോ എന്നൊന്ന് പറഞ്ഞിട്ട് പോരാം. എന്റെ കിടക്ക ഞാൻ മത്തായിക്ക് കൊടുക്കാം. മത്തായിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും പരിചയമില്ലല്ലോ, ഫിലിപ്പ് പറയുന്നു. നീയോ? നീ തരണ്ട. നിനക്ക് പ്രായമായില്ലേ? ഞാനത് സമ്മതിക്കയില്ല. എനിക്ക് വളരെ സുഖപ്രദമായ കിടക്കകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നരകത്തിന്റെ വേദനകളാണ് ഞാൻ അനുഭവിച്ചിരുന്നത്. എന്നെ വിശ്വസിക്കൂ, ഞാനിപ്പോൾ എന്തുമാത്രം സമാധാനം അനുഭവിക്കുന്നു. ഇപ്പോൾ കല്ലിന്മേൽ കിടന്നാലും തൂവലിന്മേൽ കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. ഓ, ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് ഒരുവന്റെ മനസാക്ഷി നിമിത്തമാണ്, മത്തായി മറുപടി പറയുന്നു. ശിഷ്യരുടെ ഇടയിൽ മത്തായിയെ സഹായിക്കുന്ന കാര്യത്തിന് ഒരു മത്സരം തന്നെ നടക്കുന്നു. അൽഫേയൂസിന്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയവർ തോമസ്, ഫിലിപ്പ്, ബർത്തലോമിയോ, മത്തായി എന്നിവരാണെന്ന് തോന്നുന്നു. ഈ അൽഫേയൂസ് ജെയിംസിന്റെ പിതാവാണെന്ന് തോന്നുന്നില്ല. കാരണം ജെയിംസ് ആൻഡ്രുവിനോട് പറയുന്നു, അവന്റെ പിതാവിന്റെ രോഗം കൂടുതലാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിടെ തീർച്ചയായും മുറി കാണും. മത്സരത്തിൽ തോമസ് ജയിക്കുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. എന്റെ കിടക്ക ഞാൻ കൊടുക്കുന്നു. സാരമില്ല മത്തായി, സാവകാശത്തിൽ നിനക്ക് ഇത് പരിചയമായിക്കൊള്ളും. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നീ വിചാരിക്കുന്നോ? ഞാൻ പ്രണയത്തിലായിരിക്കുന്ന ഒരു യുവാവിനെ പോലെയാണ്. ഒട്ടും മയമില്ലാത്ത കിടക്കയിലായിരിക്കാം ഞാൻ, എന്നാൽ എന്റെ സ്നേഹത്തിന്റെ സമീപമാണ് ഞാൻ എന്ന് അയാൾ പറയും. ഏതാണ്ട് 38 വയസ്സോളം പ്രായമുള്ള തോമസ് തുറന്നൊരു ചിരി. അതോടെ മത്തായി അയാൾക്ക് വഴങ്ങുന്നു. നസ്രസിലെ ആദ്യത്തെ വീടുകൾ ഇപ്പോൾ ഏതാനും വാര അകലത്ത് മാത്രമായി. ഈശോ, ഞങ്ങൾ പോകുന്നു, യൂദാസ് പറയുന്നു. ശരി, പോയിക്കൊള്ളൂ. സഹോദരന്മാർ രണ്ടുപേരും ഓടി എന്ന പോലെ വേഗത്തിൽ പോയി കഴിഞ്ഞു. ഏയ്, ഒരു പിതാവ് തന്നെയാ, പത്രോസ് പതുക്കെ പറയുന്നു. നമ്മളോട് അയാൾക്ക് കെറുവാണെങ്കിലും അയാൾ എപ്പോഴും നമ്മുടെ രക്തം തന്നെയാ. രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണല്ലോ. എന്തായാലും എനിക്ക് നിന്റെ സഹോദരന്മാരെ ഇഷ്ടമാ. അവർ വളരെ നല്ലവരാ. അതെ, അവർ വളരെ നല്ലവരാണ്, വളരെ എളിമയുള്ളവരും. അവർ എന്തുമാത്രം എളിമയുള്ളവരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുങ്ങുക പോലും ചെയ്യാത്ത വിധം അത്രയധികം എളിമയുള്ളവരാണ്. അവർ എപ്പോഴും വിചാരിക്കുന്നത് അവർ തെറ്റുകാരാണെന്ന് തന്നെ. തങ്ങളൊഴികെ മറ്റെല്ലാവരിലും അവർ നന്മ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ കരുതുന്നത്. അവർ വളരെ ദൂരം പിന്നിടും. അവർ നസ്രസിലെത്തി. ഏതാനും സ്ത്രീകൾ ഈശോയെ കാണുന്നു. അവർ അഭിവാദനം ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് പുരുഷന്മാരും കുട്ടികളും. എന്നാൽ മറ്റു സ്ഥലങ്ങളിലെ പോലെ മിശിഹായെക്കുറിച്ച് ഒരാവേശം ഇവിടെ കാണുന്നില്ല. കുറെ ദിവസങ്ങൾ സ്ഥലത്തില്ലാതിരുന്ന ശേഷം തിരിച്ചു വരുന്ന ഒരു സ്നേഹിതനെ അഭിവാദനം ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രതികരണമേ ഇവിടെയുള്ളൂ. എന്നാലും അഭിവാദനങ്ങൾ ധാരാളം. പലരിലും അനുഭാവരഹിതമായ ജിജ്ഞാസയാണ് ഞാൻ കാണുന്നത്. പലതരക്കാരായ ശിഷ്യരെയാണ് അവർ ഉറ്റുനോക്കുന്നത്. രാജകീയ മഹത്വമോ പുരോഹിതന്മാരുടെ അന്തസ്സോ ഒന്നുമില്ലാത്ത ആളുകൾ. യൂദാസ് കറിയോത്ത,
മത്തായി, സൈമൺ, ബർത്തലോമിയോ ഇവരൊഴികെ വസ്ത്രത്തിന്റെ മേന്മയനുസരിച്ച് ഏറ്റവും മോടിയുള്ള യൂദാസിനെ തുടങ്ങി കീഴ്പോട്ടുള്ള ക്രമത്തിലാണ് ഞാൻ പേര് പറഞ്ഞിരിക്കുന്നത്. വിയർത്ത് പൊടി പിടിച്ച് സാധാരണക്കാരുടെ വേഷവും ധരിച്ചു പോകുന്ന അവരെ കണ്ടാൽ ചന്തയ്ക്ക് പോകുന്ന ഒരു ഗ്രാമീണ സംഘം എന്നല്ലാതെ ഒരു രാജാവിന്റെ അനുയായികളെന്ന് പറയുകയില്ല. ശരീരത്തിന്റെ എടുപ്പും രാജകീയമായ മുഖവും മാത്രം സ്വന്തമായുള്ള മറ്റേത് രാജാവാണുള്ളത്? ഏതാനും വാര പിന്നിട്ടപ്പോൾ പത്രോസും യോഹന്നാനും വലത്തേക്കുള്ള ഒരു വഴിയിലേക്ക് നടന്നു നീങ്ങി. ഈശോയും മറ്റുള്ളവരും അല്പം കൂടി നടന്ന് ഒരു മൈതാനത്ത് ചെന്നു. നിറയെ വെള്ളമുള്ള ഒരു കുളവും അതിനു ചുറ്റും ധാരാളം കുട്ടികളും. കുട്ടികൾ ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നു. അവരുടെ അമ്മമാർ കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടു പോകുന്നു. ഒരു മനുഷ്യൻ ഈശോയെ കണ്ട് സന്തോഷവും അത്ഭുതവും കാണിക്കുന്നു. അയാൾ ഓടിവന്ന് ഈശോയെ അഭിവാദ്യം ചെയ്ത് പറയുന്നു, അങ്ങേക്ക് സ്വാഗതം. ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതാ എന്റെ അവസാനത്തെ പൗത്രൻ, അവനെ ചുംബിക്കൂ. അവൻ ജോസഫ് കുഞ്ഞാണ്. അങ്ങയുടെ അസാന്നിധ്യത്തിലാണ് അവൻ ജനിച്ചത്. ഇത് പറഞ്ഞ് അയാൾ കയ്യിൽ പിടിച്ചിരുന്ന കുഞ്ഞിനെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇവന് ജോസഫ് എന്നാണോ പേരിട്ടിരിക്കുന്നത്? അതെ, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എന്നോട് അല്പം ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ബന്ധത്തെക്കാൾ കൂടുതലായി എന്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരുകളെല്ലാം എന്റെ പൗത്രർക്കും കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അന്ന, പിന്നെ യോവാക്കീം, പിന്നെ മേരി. ഓ, എന്തൊരാഘോഷമായിരുന്നു മേരി പിറന്നപ്പോൾ. എനിക്ക് ചുംബിക്കുവാനായി അവളെ അവർ തന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നോക്കൂ, ആ മനോഹരമായ മഴവില്ല്. ആ പാലത്തിലൂടെയാണ് അവൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അവിടുത്തെ ആ റോഡ് ദേവദൂതന്മാരുപയോഗിക്കുന്നതാണ്. അവൾ ശരിക്കും ഒരു മാലാഖയെ പോലെ ഇരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ഇപ്പോൾ ഇതാ ജോസഫ്. അങ്ങ് ഇത്ര നേരത്തെ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ പരിച്ഛേദന കർമ്മം നടത്താൻ കുറെ കൂടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്റെ വല്യപ്പനോടും വല്യമ്മയോടും എന്റെ അപ്പനോടും അമ്മയോടും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. സുന്ദരനായ ശിശു, ഇവൻ നീതിമാനായ ജോസഫിനെ പോലെ എന്നും നീതിമാനായിരിക്കട്ടെ. ഈശോ ശിശുവിനെ എടുത്ത് ലാളിക്കുന്നു. കുഞ്ഞ് ചിരിക്കുന്നു. സ്വല്പസമയം ക്ഷമിക്കാമെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. വെള്ളം കോരുന്ന പാത്രങ്ങളെല്ലാം നിറയാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്. എന്റെ മകൾ മേരി ക്ഷീണിച്ചു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങേ ശിഷ്യന്മാർ വെള്ളം എടുത്തുകൊള്ളുമെങ്കിൽ നമുക്ക് സ്വല്പസമയം തനിച്ച് സംസാരിക്കാം. തീർച്ചയായും ഞങ്ങൾ എടുത്തുകൊള്ളാം. ഞങ്ങൾ അസീറിയയിലെ രാജാക്കന്മാരൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോമസ് ആദ്യമേ ഒരു പാത്രം എടുക്കുന്നു. കൊള്ളാം. പിന്നെ ജോസഫിന്റെ മേരി വീട്ടിലില്ല, ഭർത്തൃ സഹോദരന്റെ വീട്ടിലാണ്. എന്നാൽ താക്കോൽ എന്റെ വീട്ടിലുണ്ട്. അവരോട് ചോദിച്ച് താക്കോല് വാങ്ങി അകത്ത് പണിപ്പുരയിൽ നിങ്ങൾക്ക് കയറാമല്ലോ. ശരി, പൊയ്ക്കൊള്ളൂ. വീട്ടിനുള്ളിലും കയറിക്കൊള്ളൂ. ഞാൻ സ്വല്പം കഴിഞ്ഞു വരാം. അപ്പസ്തോലന്മാർ പോകുന്നു. ഈശോയും അൽഫേയൂസും തനിച്ചായി. ഞാൻ പറയാനിരിക്കുകയായിരുന്നു, ഞാൻ അങ്ങയുടെ യഥാർത്ഥ സ്നേഹിതനാണ്. ഒരാൾ വിശ്വസ്ത സ്നേഹിതനായിരിക്കുകയും പ്രായക്കൂടുതലുണ്ടായിരിക്കുകയും അതേ നാട്ടുകാരനായിരിക്കുകയും ചെയ്യുമ്പോൾ പറയാം. പറയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയോട് ഒരു ഉപദേശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതലായി അങ്ങയ്ക്കറിയാം. ഞാൻ ഒരു മുന്നറിയിപ്പ് തരുന്നേയുള്ളൂ. ഓ, ഞാൻ ഒരു ചാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ബന്ധുക്കളെക്കുറിച്ച് ഒരു പ്രതികൂല അഭിപ്രായം രൂപീകരിക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് മിശിഹായാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങ് മിശിഹായല്ലെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു. അങ്ങ് മനസ്സിന്റെ സമനില തെറ്റിയ ആളാണെന്നാണ് അവർ പറയുന്നത്. അങ്ങ് കുടുംബത്തിനും ബന്ധുക്കൾക്കും നാശം വരുത്തുന്നുവെന്നും പറയുന്നു. പട്ടണം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അൽഫേയൂസിനെ എല്ലാവർക്കും വലിയ മതിപ്പാണ്. അതിനാൽ അവർ അയാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് രോഗമാണ്. എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു. ചിലപ്പോൾ തങ്ങൾ സഹിക്കുന്ന ക്ലേശങ്ങൾ നിമിത്തം ആളുകൾ തെറ്റ് ചെയ്യാറുണ്ട്.
അന്ന് യൂദായും ജെയിംസും അങ്ങയെ ആദരിച്ച് സംസാരിക്കുകയും അങ്ങയെ അനുഗമിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുകയും ചെയ്ത ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓ, എന്തൊരു വഴക്കായിരുന്നു! അങ്ങയുടെ അമ്മ അതെങ്ങനെ സഹിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽഫയൂസിന്റെ ഭാര്യ മേരി, പാവം, ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കുടുംബത്തിലെ ബലിയാടുകളായി തീരുകയാണ്. എന്റെ സഹോദരന്മാർ, കസിൻസ്, ഇപ്പോൾ അവരുടെ അപ്പന്റെ അടുത്തുണ്ട്. അപ്പന്റെ അടുത്തോ? ഓ, എനിക്ക് അവരെക്കുറിച്ച് സഹതാപം തോന്നുന്നു. വൃദ്ധന് ഒട്ടും സ്വയം നിയന്ത്രണമില്ല. പ്രായവും രോഗവുമായിരിക്കാം കാരണം. ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറ്റം. അവന് ഭ്രാന്തില്ലെങ്കിലാണ് എനിക്ക് കൂടുതൽ പ്രയാസം തോന്നുന്നത്. കാരണം അവന്റെ ആത്മാവിനെ അവൻ നശിപ്പിക്കും. അയാൾ സ്വന്തം മക്കളോട് ചീത്തയായി പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? തീർച്ചയായും അങ്ങനെയേ പെരുമാറൂ. എനിക്ക് അവരോടും ആ സ്ത്രീകളോടും സഹതാപം തോന്നുന്നു. അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അൽഫയൂസിന്റെ വീട്ടിലേക്ക്. പോകരുതേ, ഈശോ, പോകരുതേ. അങ്ങയോട് അനാദരവ് കാട്ടാൻ അവരെ അനുവദിക്കരുതേ. എന്റെ സഹോദരന്മാർ, കസിൻസ്, തങ്ങളെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അത്രയും സ്നേഹം ഞാൻ അവരോടും കാണിക്കേണ്ടതല്ലേ? എനിക്ക് പ്രിയപ്പെട്ടവരായ 2 സ്ത്രീകളും അവിടെയുണ്ട്. ഞാൻ പോകുകയാണ്, എന്നെ തടയരുത്. ഈശോ വേഗത്തിൽ അൽഫയൂസിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ ചിന്താമഗ്നനായി വഴിയിൽ നോക്കി നിൽക്കുന്നു. ഈശോ ധൃതിയിലാണ് നടക്കുന്നത്. അൽഫയൂസിന്റെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള പ്രവേശനദ്വാരം വരെ എത്തി. അവിടെ വച്ച് ഒരു സ്ത്രീയുടെ കരച്ചിലും ഒരു മനുഷ്യന്റെ ക്രൂരമായ ശകാരവും കേൾക്കാം. ഈശോ വേഗത കൂട്ടി നടന്നു. വീടിന്റെ വാതിൽക്കലെത്തി. അമ്മ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയും മകനെ കാണുകയും ചെയ്യുന്നു. അമ്മേ, ഈശോ! സ്നേഹത്തിൽ കുതിർന്ന ശബ്ദങ്ങൾ. ഈശോ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. വേണ്ട മകനെ, വാതിൽക്കൽ കൈകൾ വിരിച്ചു പിടിച്ച് തടഞ്ഞു നിന്നുകൊണ്ട് മേരി പറയുന്നു. വേണ്ട മകനെ, അകത്തേക്ക് കയറേണ്ട. ശരീരവും സ്നേഹവും ഉപയോഗിച്ച് തടയുന്നു. അമ്മേ, ഞാൻ അകത്തേക്ക് കയറട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈശോ വളരെ ശാന്തനായിട്ടാണ് പറയുന്നത്. മേരി വിളറി നിർജീവൻ നിൽക്കുന്നത് കണ്ടിട്ട് ഈശോയ്ക്ക് വിഷമമുണ്ട്. എങ്കിൽ പോലും ഈശോ അമ്മയുടെ കൈത്തണ്ട് മെല്ലെ എടുത്തു മാറ്റി അകത്തേക്ക് കടക്കുന്നു. അകത്ത് അടുക്കളത്തറയിൽ മുട്ടകളും മുന്തിരിക്കുലകളും തേനുമെല്ലാം കാനായിൽ നിന്ന് മക്കൾ കൊണ്ടുവന്നവ ഉടഞ്ഞു കലങ്ങി ചിതറിത്തെറിച്ചു കിടക്കുന്നു. ഒരു മുറിയിൽ നിന്ന് വഴക്കടിക്കുന്നതിന്റെ സ്വരം കേൾക്കുന്നു. വാർദ്ധക്യത്തിൽ ചിലരിലെല്ലാം കാണുന്ന വികാരക്ഷോഭത്തിൽ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന രംഗം. വളരെ വേദനയുളവാക്കുന്നതും സഹിക്കാൻ പ്രയാസമുള്ളതും നിഷ്ഫലവുമായ ഒരു പ്രകടനം. അങ്ങനെ വരട്ടെ, നിന്റെ കുടുംബം നശിച്ചു. ഞങ്ങൾ നസ്രസിലുള്ള എല്ലാവരുടെയും പരിഹാസത്തിന് വിഷയമായിരിക്കുന്നു. ഞാനിവിടെ ഏകനായി, നിസ്സഹായനായി, അവഗണിക്കപ്പെട്ട് ചങ്കിലടിയേറ്റവനായി, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്തവനായി കഴിയുന്നു. അൽഫയൂസേ, ഇതാണ് നിനക്ക് ശേഷിച്ചിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയായി ജീവിച്ചതിന് ഇതാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? എന്ത് കാരണത്താൽ? ഒരു ഭ്രാന്തൻ നിമിത്തം. മടയന്മാരായ എന്റെ പുത്രന്മാരെ ഭ്രാന്ത് പിടിപ്പിച്ച ഒരു ഭ്രാന്തൻ. ഹോ, എന്തൊരു വേദന! ഭാര്യ മേരി കണ്ണീരോടെ കേണപേക്ഷിക്കുന്നു. ശാന്തനായിരിക്കൂ അൽഫയൂസേ, സമാധാനമായിരിക്കൂ. തന്നെത്താനെ വിഷമങ്ങൾ വരുത്തി വയ്ക്കുകയാണ് കേട്ടോ. ശാന്തമായിരിക്കൂ. ഒന്ന് കിടക്കൂ. കിടക്കാൻ ഞാൻ സഹായിച്ചു തരാം. അൽഫയൂസ് എപ്പോഴും നല്ലവനാണ്. എപ്പോഴും ശരിയായിട്ടുള്ളത് ചെയ്യുന്നു. പിന്നെ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? തന്നോട് തന്നെയും എന്നോടും മക്കളോടും. വേണ്ട വേണ്ട, എന്നെ തൊടരുത്. നിന്നെ എനിക്ക് വേണ്ട. മക്കൾ നല്ലവരാണ്. ഹാ, എത്ര നല്ലവർ! നന്ദി കേട്ട 2 എണ്ണം. എനിക്ക് അവർ തേനും കൊണ്ടുവന്നിരിക്കുന്നു. കയ്പ് കൊണ്ട് എന്നെ നിറച്ച ശേഷം തേൻ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ ചങ്കു പറിച്ചു തന്നിട്ട് എനിക്ക് മുട്ടയും മുന്തിരിങ്ങയും കൊണ്ടുവന്നിരിക്കുന്നു. ഇറങ്ങിപ്പോകൂ, ഞാൻ പറയുന്നു, ഇറങ്ങിപ്പോകൂ, ദൂരെ. നിന്നെ എനിക്ക് വേണ്ട. എനിക്ക് മേരിയെ മതി. അവൾക്ക് എല്ലാം ചെയ്യാൻ അറിയാം.
ആ ദുർബലയായ സ്ത്രീ എവിടെ? മകനെ അനുസരണയിൽ നിർത്താൻ കഴിവില്ലാത്ത അവർ എവിടെ? അൽഫേയൂസിന്റെ ഭാര്യ മേരി മുറിയിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് പോകുന്നു. ഈശോ അൽഫേയൂസിന്റെ മുറിയിലേക്ക് കയറാൻ പോകുന്നത് കണ്ട് കരഞ്ഞുകൊണ്ട് തളർന്ന് ഈശോയുടെ ദേഹത്തേക്ക് വീഴുന്നു. കന്യകാമേരി എളിമയോടും ക്ഷമയോടും കൂടി കോപിഷ്ഠനായിരിക്കുന്ന അൽഫേയൂസിന്റെ പക്കലേക്ക് പോകുന്നു. ഇളയമ്മ കരയാതെ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? വേണ്ട, പോകേണ്ട. ഈശോയെ അവഹേളിക്കാൻ ഇടയാക്കേണ്ട. ആളിന് ഭ്രാന്താണെന്ന് തോന്നുന്നു. കയ്യിൽ വടി സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ട, ഈശോ പോകേണ്ട. മക്കൾക്ക് അടി കൊടുത്തതാണ്. എന്നോട് ഒന്നും ചെയ്യുകയില്ല. ഈശോ നിശ്ചയദാർഢ്യത്തോടെ ഇളയമ്മയെ ഒരു വശത്തേക്ക് മെല്ലെ മാറ്റിയ ശേഷം മുറിയിൽ പ്രവേശിക്കുന്നു. അൽഫേയൂസിന് സമാധാനം. മേരിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നും മറ്റും തുടരെ കുറ്റം പറച്ചിലും ആവലാതിയും ആണെങ്കിലും ആൾ ഒന്ന് കിടക്കാൻ തുടങ്ങുകയായിരുന്നു. മേരിക്ക് എല്ലാം അറിയാമെന്ന് മുൻപേ പറഞ്ഞയാളാണ്. ഈശോയുടെ അഭിവാദനം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് പറയുന്നു, നീ ഇവിടെ വന്നോ? എന്നെ പരിഹസിക്കാൻ വന്നതാണോ? അതും കൂടി വേണം. അല്ല, സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. എന്തിനാണ് ഇത്രയും ക്ഷോഭിക്കുന്നത്? അത് നിമിത്തം രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ വിട്ടേക്കൂ, ഞാൻ പിടിച്ചുകൊള്ളാം. ഞാൻ ബുദ്ധിമുട്ട് വരുത്തുകയില്ല. നിങ്ങൾ ഒട്ടും ബലം പ്രയോഗിക്കേണ്ട. അമ്മ ആ കരിമ്പടങ്ങൾ ഒന്ന് പൊക്കിയാൽ മതി. ഈശോ ഒരു കൊച്ചു കുട്ടിയെ എടുത്ത് കിടത്തുന്നത് പോലെ അയാളെ പിടിച്ച് കിടക്കയിൽ ശരിക്കു കിടത്തി. മെലിഞ്ഞും വിഷമിച്ച് കരഞ്ഞ് വല്ലാതെ ശ്വാസം വലിക്കുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ, ഒരു അസ്ഥിപഞ്ജരം. കൊള്ളാം, ഇപ്പോൾ ശരിയായി. എന്റെ അപ്പന് ഞാൻ ചെയ്തു കൊടുത്തതുപോലെ. ഈ തലയണ നമുക്ക് കയറ്റി വയ്ക്കാം. തല സ്വല്പം കൂടെ ഉയർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ശ്വസിക്കാം. അമ്മ ആ ചെറിയ തലയണയെടുത്ത് അടിയിലേക്ക് പുറം കൊള്ളിച്ചു വയ്ക്കൂ. കുറച്ചുകൂടെ സുഖം കിട്ടും. ആ വിളക്ക് സ്വല്പം മാറ്റി വയ്ക്കാം. കണ്ണിലേക്ക് പ്രകാശം അടിക്കാതിരിക്കട്ടെ. സ്വല്പം ശുദ്ധവായു മുറിയിലേക്ക് കടക്കട്ടെ. കൊള്ളാം, അങ്ങനെ. അടുപ്പത്ത് എന്തോ വേവിക്കുന്നത് കണ്ടല്ലോ. അമ്മ നല്ലപോലെ മധുരം ചേർത്ത് അതിങ്ങു കൊണ്ടുവരൂ. നിങ്ങൾ ആകെ വിയർക്കുന്നു, തണുത്തുമിരിക്കുന്നു. ഇത് സ്വല്പം കുടിക്കുന്നത് നല്ലതാണ്. മേരി അനുസരണയോടെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, അതറിയാമല്ലോ. നേരത്തെ ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്കത് മതി. കുറെ കഴിഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കും. അപ്പോൾ കൊള്ളാം. ഹഹ, എത്ര വേദനയുള്ള കാര്യം. എന്നാൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാണ് എന്റെ നരച്ച മുടിയെ നിന്ദിക്കുന്നത്? ഞാൻ ഒരു തരത്തിലും നിങ്ങളെ അപമാനിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ബഹുമാനിക്കുകയോ? നാസറസിൽ എല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അൽഫേയൂസ് അങ്ങനെ പറയുന്നത്? ഏത് തരത്തിലാണ് ഞാൻ നിങ്ങളെ പരിഹാസ വിഷയമാക്കിയത്? എന്റെ മക്കളെ കൊണ്ട് തന്നെ. എന്തുകൊണ്ടാണ് അവർ എന്നെ എതിർക്കുന്നത്? നീ കാരണമാണ്. എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും പരിഹസിക്കുന്നത്? നീ നിമിത്തം തന്നെ. എന്നോട് പറയൂ, നിങ്ങളുടെ പുത്രന്മാരുടെ സ്ഥാനത്തെക്കുറിച്ച് നസ്രസ് നിങ്ങളെ സ്തുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേദന തോന്നുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകുകയില്ല. എന്നാൽ നസ്രസ് എന്നെ സ്തുതിക്കുന്നില്ല. നീ ഒരു യുദ്ധവീരനായിരുന്നെങ്കിൽ നസ്രസ് എന്നെ സ്തുതിക്കുമായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന എല്ലാവരുടെ വിരോധവും അവജ്ഞയും സ്വയം വരുത്തി വയ്ക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ, ദരിദ്രരുടെ ഇടയിൽ കഴിയുന്നവൻ, തനി ഭ്രാന്തനല്ലെന്നേയുള്ളൂ. അങ്ങനെയുള്ള ഒരുവനെ പ്രതി എന്നെ വിട്ട് എന്റെ മക്കൾ പോയി എന്ന് കേൾക്കുമ്പോൾ ആരാണ് പരിഹസിച്ച് ചിരിക്കാത്തത്? എന്റെ പാവപ്പെട്ട വീട്, നിന്റെ അന്ത്യം ഇങ്ങനെ ആയല്ലോ. ദാവീദിന്റെ പാവപ്പെട്ട ഭവനം, ഇത്ര ദൗർഭാഗ്യം കാണുവാൻ ഞാൻ ഇത്ര ദീർഘനാൾ ജീവിക്കുവാൻ ഇടയായല്ലോ. ആ മഹത്വമേറിയ കുടുംബത്തിന്റെ അവസാനത്തെ മുതുഭ്രാന്ത നിമിത്തം ദുഷിച്ചു പോകുന്നത് കാണാൻ
അമിതമായ ദാസ്യഭാവം കൊണ്ട് നശിക്കുന്നത് കാണാൻ ഞാൻ ജീവിക്കുന്നല്ലോ. ദുർബലനായ എന്റെ സഹോദരൻ ചുണകെട്ടവളും എന്നാൽ ഭരണക്കാരിയും എന്റെ സഹോദരന്റെ മേൽ പൂർണ്ണ ആധിപത്യം പുലർത്തിയവളുമായ ആ സ്ത്രീയുമായി യോജിപ്പിക്കപ്പെട്ട ആ ദിവസം മുതൽ എന്റെ കുടുംബത്തിന് ദൗർഭാഗ്യമാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, ജോസഫ് വിവാഹത്തിനുള്ളവനല്ല, അവന് സന്തോഷമുണ്ടാകയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ അതറിയാമായിരുന്നു. അതിനാൽ വിവാഹത്തോട് അവന് ഒരു താല്പര്യവുമില്ലായിരുന്നു. അനാഥരായ അവകാശികളെക്കുറിച്ചുള്ള നിയമം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ, വിധി ശപിക്കപ്പെട്ടതാകട്ടെ, ആ വിവാഹം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. അവകാശിനി കന്യക ഈ സമയം പാനീയവുമായി വന്നു കഴിഞ്ഞു. ഭർത്തൃ സഹോദരന്റെ വിലാപം കേൾക്കുവാനിടയായി. കുറെ കൂടെ വിളറി. എന്നാൽ ക്ഷമാപൂർവമുള്ള ആ പെരുമാറ്റത്തിന്റെ ഭവ്യതയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അൽഫേയൂസിന്റെ അരികിൽ നിന്ന് അത് കുടിക്കുവാൻ സഹായിക്കുന്നു. അൽഫേയൂസ് ശരിയായല്ല സംസാരിക്കുന്നത്, എന്നാൽ ഇത്രയും രോഗിയായതിനാൽ എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയുടെ തല താങ്ങി പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ഓ ശരി, വളരെ രോഗമുള്ള ആൾ, നീ പറയുന്നത് നീ മിശിഹായാണെന്നല്ലേ? നീ അത്ഭുതം ചെയ്യുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. എന്റെ പുത്രന്മാരെ കൊണ്ടുപോയതിന് പകരമായി കുറഞ്ഞ പക്ഷം എന്നെ സുഖപ്പെടുത്തുകയെങ്കിലും ചെയ്തെങ്കിൽ എന്നെ സുഖപ്പെടുത്തൂ, എന്നാൽ ഞാൻ ക്ഷമിക്കാം. നിങ്ങളുടെ പുത്രന്മാരോട് ക്ഷമിക്കൂ, അവരുടെ ആത്മാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, അപ്പോൾ ഞാൻ ആശ്വാസം തരാം. അവരോടും എന്തെങ്കിലും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവരോട് ക്ഷമിക്കയോ? വൃദ്ധൻ വീണ്ടും ക്ഷുഭിതനാകുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ വേദന വർദ്ധിപ്പിക്കുന്നു. അതിനതിന് അയാളുടെ ദേഷ്യവും കൂടുന്നു. അവരോട് ക്ഷമിക്കയോ? ഒരിക്കലുമില്ല. ദൂരെ പോകൂ, ദൂരെ. കൂടുതൽ ഉപദ്രവമേൽക്കാതെ എനിക്ക് മരിക്കണം. എന്തു ചെയ്യാനാണ് എന്ന് തോന്നിയിട്ടെന്ന വിധം ഈശോ ശാന്തനായിരിക്കുന്നു. അൽഫേയൂസേ, ഞാൻ എന്നാൽ പോകട്ടെ? ഞാൻ തീർച്ചയായും പോകണോ? ചിറ്റപ്പ, ഞാൻ വാസ്തവത്തിൽ പോകുക തന്നെ വേണമോ? എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിൽ പോകുക തന്നെ വേണം. ആ 2 സർപ്പങ്ങളോടും പറഞ്ഞേക്ക്, അവരുടെ അപ്പൻ അവരോട് പിണക്കത്തിൽ തന്നെയാണ് മരിക്കുന്നതെന്ന്. അരുത്, അത് ചെയ്യരുത്. സ്വന്തം ആത്മാവിനെ നശിപ്പിക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ എന്നെ സ്നേഹിക്കണ്ട. ഞാൻ മിശിഹായാണെന്ന് വിശ്വസിക്കുകയും വേണ്ട. എന്നാൽ വിരോധം അരുത്. അൽഫേയൂസേ, ഒരിക്കലും വെറുക്കരുത്. എന്നെ ശാസിച്ചുകൊള്ളൂ, മാനസിക രോഗി എന്ന് എന്നെ വിളിച്ചുകൊള്ളൂ, എന്നാൽ വെറുക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ അപമാനിക്കുമ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നത്? കാരണം നീ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. ഞാൻ സ്നേഹമാണ്. അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. ശരി മകനെ, ഞാനും വേഗം തന്നെ വന്നേക്കാം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്കായി തരുന്നു. അൽഫേയൂസേ, എന്നെ ആവശ്യമുണ്ടെങ്കിൽ ആളെ പറഞ്ഞയച്ചാൽ മതി. ഏത് സമയത്തായാലും ഞാൻ വരാം. ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രശാന്തനായി ഈശോ പുറത്തേക്ക് പോകുന്നു. സ്വൽപ്പം വിളറിയിട്ടുള്ളതായി തോന്നിക്കുന്നു. ഓ ഈശോയെ, അവനോട് ക്ഷമിക്കണമേ, ഈശോ ക്ഷമിക്കണമേ. അൽഫേയൂസിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു. തീർച്ചയായും ക്ഷമിക്കുന്നു മേരി. ക്ഷമിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നവനോട് എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആള് ശാന്തനായല്ലോ. പ്രസാദവരം ഒരുവൻ അറിയാതെ തന്നെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നെ നിന്റെ കണ്ണുനീരും യൂദാസും ജെയിംസും സഹിക്കുന്ന വേദനകളും അവരുടെ വിളിയിലുള്ള വിശ്വസ്തതയും എല്ലാം ഇല്ലേ? ഇളയമ്മയുടെ വേദനിക്കുന്ന ഹൃദയത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഈശോ മേരിയെ ചുംബിച്ച് അടുക്കളത്തോട്ടത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിലേക്ക് പോകുകയാണ്. ഈശോ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പത്രോസും പിന്നാലെ യോഹന്നാനും ഓടിക്കിതച്ചു വരുന്നു. ഓ ഗുരോ, എന്താണ് സംഭവം? ജെയിംസ് എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലൂ. ഈശോയോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. അല്ല, എനിക്ക് തെറ്റി. വെള്ളമെടുക്കുന്ന സ്ഥലത്ത് വച്ച് നമ്മൾ കണ്ട അൽഫേയൂസ് ആണ്
യൂദാസിനോട് പറഞ്ഞത്. ഈശോ നിന്റെ വീട്ടിലുണ്ട് എന്ന്. പിന്നീട് ജെയിംസും പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്ക് വലിയ വിഷമമാണ്. ഇതെല്ലാം എന്തൊക്കെയാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. എന്നാൽ ഈശോയെ ഇപ്പോൾ കണ്ടല്ലോ, എന്റെ ഭയമെല്ലാം മാറി. ഒന്നുമില്ല പത്രോസേ, ഒരു പാവം രോഗി വേദന കൊണ്ട് കാണിച്ച ക്ഷമകേടുകൾ എല്ലാം കഴിഞ്ഞു. ഓ, എനിക്ക് സന്തോഷമായി. നീ എന്തിനാണ് ഇവിടെ വന്നത്? പത്രോസ് അവിടെ ഓടിയെത്തിയ യൂദാസ്കറിയാത്തയോട് പരുഷമായ സ്വരത്തിൽ ചോദിക്കുന്നു. നീയും ഇവിടെ വന്നല്ലോ, വന്നില്ലേ? എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നു. ഞാനും വന്നു. മിശിഹായ്ക്ക് അപകടമുണ്ടായാൽ സ്വന്തം പിതൃരാജ്യത്തിൽ യൂദയായിൽ സംരക്ഷണം നൽകിയ എനിക്ക് ഗലീലിയായിലും സംരക്ഷണം നൽകാൻ കഴിയും. അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഗലീലിയായിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. തീർച്ചയായും. സ്വന്തം പിതൃരാജ്യം ദഹിക്കാത്ത ഭക്ഷണമെന്ന പോലെ അവനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. കൊള്ളാം, നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. താൻ അറിയപ്പെടാത്തതായ യൂദയായിൽ സ്വൽപ്പം ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയ ഇടർച്ചയായി കരുതിയ ആൾക്കാരാണ് ഇവിടെയോ. എന്നാൽ യൂദാസ്കറിയോത്ത പരിഹാസത്തിന്റെ പാരമ്യമായ രീതിയിൽ ഒന്ന് ചൂളമടിക്കുന്നു. കുട്ടി ശ്രദ്ധിക്കൂ, നിന്റെ ഈ വർത്തമാനമൊന്നും കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അതങ്ങ് നിർത്തിയേക്ക്. നിന്റെ ജീവനോട് നിനക്ക് കൊതിയുണ്ടെങ്കിൽ. ഗുരു, അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല പത്രോസേ, എന്റെ പ്രിയപ്പെട്ട പത്രോസിന് ഞാൻ ഉറപ്പ് തരുന്നു. നമുക്ക് വളരെ വേഗത്തിൽ നടക്കാം. എന്റെ സഹോദരന്മാരെ നമുക്ക് ആശ്വസിപ്പിക്കാം. അവർ ചെന്ന് പണിപ്പുരയിൽ പ്രവേശിക്കുന്നു. പണിക്കുപയോഗിക്കുന്ന വലിയ ബെഞ്ചിന്റെ അടുത്ത് 2 പേരുണ്ട്. ജെയിംസ് നിൽക്കുന്നു. യൂദാസ് ഒരു സ്റ്റൂളിന്മേലിരിക്കുന്നു. കൈമുട്ടുകൾ ബെഞ്ചിന്മേൽ താങ്ങിയിട്ടുണ്ട്. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് അവരുടെ പക്കലേക്ക് ചെല്ലുന്നു. അവരെ ധൈര്യപ്പെടുത്താനും താൻ അവരെ സ്നേഹിക്കുന്നു എന്നറിയിക്കാനും. അൽഫേയോസ് ഇപ്പോൾ കുറെ ശാന്തനായിട്ടുണ്ട്. വേദനയ്ക്കും കുറവുണ്ട്. എല്ലാം വീണ്ടും സമാധാനമായിരിക്കുന്നു. നിങ്ങളും സമാധാനമായിരിക്കണം. അങ്ങ് അവനെ കണ്ടോ? അമ്മയെയും കണ്ടോ? ഞാൻ എല്ലാവരെയും കണ്ടു. യൂദാസ് ചോദിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെയും കണ്ടോ? ഇല്ല, അവർ വീട്ടിലില്ലായിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ അവരെ കാണരുതെന്ന് നിശ്ചയിച്ചു. ഓ, ഞങ്ങളോടുള്ള പെരുമാറ്റം! ഞങ്ങൾ എന്തെങ്കിലും പാതകം ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും ക്രൂരമായി ഞങ്ങളോട് പെരുമാറുമായിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ അപ്പനെ കാണാനുള്ള ആഗ്രഹത്തിൽ കാനായിൽ നിന്ന് പറക്കുന്നത് പോലെ വേഗത്തിലാണ് വീട്ടിലേക്ക് പോയത്. അപ്പന് ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി. ഞങ്ങൾ അപ്പനെ സ്നേഹിക്കുന്നു. എന്നാൽ അപ്പൻ ഇപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ ഒട്ടും വിശ്വസിക്കുന്നുമില്ല. യൂദാസ് കൈമടക്കി ബെഞ്ചിന്മേൽ വച്ച് തലയും കുനിഞ്ഞിരിക്കുന്നു, കരയുന്നു. ജെയിംസിന് കുറെ കൂടി മനഃശക്തിയുണ്ട്. എന്നാൽ ആന്തരികമായിട്ടുള്ള സംഘട്ടനം മുഖത്തും ദൃശ്യമാണ്. യൂദ, കരയാതെ. ജെയിംസെ, വിഷമിക്കാതെ. ഓ ഈശോയെ, ഞങ്ങൾ മക്കളല്ലേ, എന്നിട്ട് ഞങ്ങളെ ശപിച്ചു. അത് ഞങ്ങളുടെ ചങ്ക് കുത്തിപ്പറിക്കുന്നത് പോലുള്ള വേദനയുണ്ടാക്കുന്നെങ്കിലും ഞങ്ങൾ പിന്തിരിയുന്നില്ല. ഞങ്ങൾ നിനക്കുള്ളവരാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ഞങ്ങളെ അങ്ങിൽ നിന്ന് വേർപെടുത്താൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ പിന്തിരിയുകയില്ല. ജെയിംസ് ആവേശത്തോടെ പറയുന്നു. എന്നിട്ട് നീ പറഞ്ഞില്ലേ നിനക്ക് ധീരതയൊന്നുമില്ലെന്ന്? എനിക്കറിയാമായിരുന്നു. എന്നാൽ ഇത് നീ തന്നെ പറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ മരണത്തെയും ഭയപ്പെടാതെ നീ എന്നും വിശ്വസ്തനായിരിക്കും. നീയും അങ്ങനെ തന്നെ. ഈശോ 2 പേരെയും വാത്സല്യത്തോടെ തഴുകുന്നു. എന്നാലും അവർ വളരെ വേദന സഹിക്കുന്നു. യൂദായുടെ കരച്ചിലിന്റെ സ്വരം മുറിയിൽ പ്രതിധ്വനിക്കുന്നു. ഇങ്ങനെ അപ്പസ്തോലന്മാരുടെ ആത്മാക്കളെ പരിചയപ്പെടുന്നതിന് എനിക്ക് കഴിയുന്നു. പത്രോസിന്റെ നിഷ്കളങ്കമായ മുഖം ദുഃഖിതമാണ്. ദുഃഖത്തോടെ പറയുന്നു, ശരിയാണ്, ഇത് വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ എന്റെ പ്രിയ കുട്ടികളെ, ഇത് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം അവരെ പിടിച്ചു കുലുക്കുന്നു. ഈ വാക്കുകൾക്ക് എല്ലാവരുമൊന്നും അർഹരല്ല. എന്റെ വിളിയിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു.
ആ നല്ല സ്ത്രീ, എന്റെ ഭാര്യ, എപ്പോഴും എന്നോട് പറയുന്നത് നിങ്ങൾ എന്റേതല്ലാത്തതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചതുപോലെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഓ ഭാഗ്യപ്പെട്ട ഉപേക്ഷ. നിങ്ങളും അത് തന്നെ പറയൂ. നിങ്ങളുടെ പിതാവിനെ ഉപേക്ഷിക്കുന്നു, എന്നാൽ ദൈവത്തെ നേടുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥ ഇടയനായ ജോസഫിന് കുടുംബജീവിതത്തിന്റെ അനുഭവജ്ഞാനമില്ലാത്ത അയാൾക്ക് ഇതെല്ലാം അത്ഭുതമുളവാക്കുന്നു. ഒരു പിതാവ് നിമിത്തം ഇത്രയും കണ്ണീരൊഴുക്കേണ്ടി വരുമല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അപ്പനില്ലാത്തതുകൊണ്ട് ഞാനാണ് ഏറ്റവും നിർഭാഗ്യവാനെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പന്റെ മരണം ഓർത്ത് കരയുന്നതാണ് അപ്പന്റെ വിരോധം കണ്ട് കരയുന്നതിനേക്കാൾ ഭേദമെന്ന്. ജോൺ രണ്ട് സഹോദരന്മാരെയും ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു. ആൻഡ്രൂ ദീർഘശ്വാസം ഉതിർക്കുകയും ശാന്തമായിരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ലജ്ജ നിമിത്തം ശബ്ദം കിട്ടുന്നില്ല. തോമസ്, ഫിലിപ്പ്, മത്തായി, നഥാനിയേൽ എന്നിവർ ഒരു മൂലയിൽ താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ദുഃഖത്തോട് കാണിക്കേണ്ട ബഹുമാനം അവർ കാണിക്കുന്നു. സബദിയുടെ പുത്രൻ ജെയിംസ് ദൈവം സമാധാനം കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. തീഷ്ണമതിയായ ശെമയോൻ, ഓ അയാളുടെ പ്രവൃത്തി എത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു. താൻ ഇരുന്ന മൂലയിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് സഹോദരന്മാരുടെ പക്കലേക്ക് ചെന്ന് ഒരു കൈയ്യ് യൂദായുടെ തലയിലും മറ്റേ കൈയ്യ് ജെയിംസിന്റെ ഇടക്കെട്ടിനും പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, മകനെ, കരയാതിരിക്കൂ. ഈശോ നമ്മളോട് പറഞ്ഞു, നിങ്ങളോടും എന്നോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ യോജിപ്പിക്കുന്നു. ഞാൻ നിമിത്തം പിതാവ് നഷ്ടമായി തീരുന്ന നിങ്ങളെയും, ഒരു പിതാവിന്റെ ഹൃദയമുണ്ടെങ്കിലും മക്കളില്ലാത്ത എന്നെയും ഗുരുവിന്റെ വാക്കുകളിലെ ആ പ്രവചനം നമ്മൾ ഗ്രഹിച്ചില്ല. എന്നാൽ അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. എനിക്ക് വാർദ്ധക്യമായി. അപ്പ എന്നെന്നെ വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു. അതുപോലെ എന്നെ സ്വീകരിക്കൂ. ഞാൻ ഒരു പിതാവ് എന്ന പോലെ എല്ലാ ദിവസവും പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിങ്ങളെ അനുഗ്രഹിച്ചുകൊള്ളാം. എന്നെ ഇപ്രകാരം സ്വീകരിക്കൂ. അവർ രണ്ടുപേരും സമ്മതത്തിന്റെ അടയാളമായി തലകുനിക്കുന്നു. എങ്കിലും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് സമ്മതിക്കുന്നത്. മേരി അകത്തേക്ക് കടന്നു വരുന്നു. ദുഃഖിതരായ ആ രണ്ട് സഹോദരന്മാരുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്ന് യൂദായുടെ ശിരസിലും ജെയിംസിന്റെ കവിൾത്തടത്തിലും തലോടുന്നു. ഒരു ലില്ലിപ്പൂ പോലെ വെളുത്ത് വിളറിയിരിക്കുകയാണ്. യൂദ മേരിയുടെ കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നു, അപ്പൻ എന്തു ചെയ്യുന്നു? മകനെ, ആൾ ഉറങ്ങുകയാണ്. നിങ്ങളുടെ അമ്മ അവളുടെ ചുംബനം നിങ്ങൾക്ക് തരുന്നു. മേരി രണ്ടുപേരെയും ചുംബിക്കുന്നു. പത്രോസിന്റെ പരുഷമായ സ്വരം ഉച്ചത്തിൽ കേൾക്കുന്നു. കേൾക്ക്, ഒരു നിമിഷത്തേക്ക് ഇങ്ങു വരൂ. എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. പത്രോസ് തന്റെ ബലിഷ്ഠമായ കൈകൊണ്ട് യൂദാസ് കറിയോത്തായുടെ ഒരു കൈയിൽ പിടിച്ച് പുറത്ത് തെരുവിലേക്ക് കൊണ്ടുപോയി. അനന്തരം തനിയെ തിരിച്ചു വരുന്നു. നീ അവനെ എങ്ങോട്ടാണ് അയച്ചത്? ഈശോ ചോദിക്കുന്നു. എവിടെ? സ്വല്പം ശുദ്ധമായി ശ്വസിക്കാൻ. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കുറെ കൊടുക്കുമായിരുന്നു. വേറെ വിധത്തിലായിരിക്കുമെന്ന് മാത്രം. ഞാൻ അങ്ങേപ്രതി മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഓ, ഇപ്പോൾ എന്തൊരാശ്വാസം! ദുഃഖത്തിന്റെ സാന്നിധ്യത്തിൽ ചിരിക്കുന്നവൻ ഒരു അണലിപ്പാമ്പാണ്. ഞാൻ പാമ്പിനെ ഞെരിച്ചു കളയും. അങ്ങ് ഇവിടെയുണ്ടല്ലോ. ഞാൻ നിലാവെളിച്ചത്തിൽ അവനെ ഇറക്കി വിട്ടെന്നേയുള്ളൂ. അത് വേറെ എന്തെങ്കിലും ആകാൻ പാടുണ്ടായിരുന്നു. ഞാൻ ഒരു നിയമജ്ഞൻ പോലും ആകുമായിരുന്നു. എന്നാൽ അത് ദൈവത്തിന് മാത്രമേ എന്നിൽ ചെയ്യാൻ സാധിക്കൂ. ഞാൻ ഈ ലോകത്തിലാണെന്ന് തന്നെ കഷ്ടിച്ച് അറിയുന്നേയുള്ളൂ. എന്നാൽ അവൻ നന്നാകാൻ പോകുന്നില്ല. യോനായുടെ പുത്രനായ സൈമൺ അത് തറപ്പിച്ചു പറയുന്നു. എന്റെ അഭിപ്രായം തെറ്റല്ല. വേണ്ട, ഉത്കണ്ഠ വേണ്ട. ദുഃഖപൂർണമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവൻ ഒഴിഞ്ഞു മാറുന്നത് എന്ന് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആഗസ്റ്റ് മാസത്തിലെ തീവെയിലിൽ ചുട്ടു പഴുത്തു കിടക്കുന്ന കല്ലിനേക്കാൾ വരണ്ടവനാണ് അവൻ. വരൂ കുട്ടികളെ, ഇവിടെ ഒരമ്മയുണ്ട്.
ഇതിലും മാധുര്യമേറിയ ഒരമ്മ സ്വർഗത്തിൽ പോലും ഇല്ല. പറുദീസയേക്കാൾ മാധുര്യം നിറഞ്ഞ ഒരു ഗുരുവുമുണ്ട് ഇവിടെ. കൂടാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം ഹൃദയങ്ങളും. കൊടുങ്കാറ്റ് ധാരാളം നന്മ ചെയ്യാറുണ്ട്, പൊടി പറപ്പിച്ച് ദൂരെ അകറ്റുന്നു. നാളെ നിങ്ങൾ പൂക്കളേക്കാൾ പുതുമയുള്ളവരായിരിക്കും. ഈശോയെ അനുഗമിക്കുന്നതിൽ പക്ഷികളേക്കാൾ വേഗതയുള്ളവരായിരിക്കും. പത്രോസിന്റെ ലളിതമായ ഈ നല്ല വാക്കുകളോടെ ദർശനം അവസാനിക്കുന്നു. അനന്തരം ഈശോ പറയുന്നു, ഈ ദർശനശേഷം എഴുതേണ്ടത് 1944 വസന്തകാലത്ത് ഞാൻ തന്ന ദർശനത്തെക്കുറിച്ചാണ്. അതിൽ എൻ്റെ അമ്മയ്ക്ക് അപ്പസ്തോലന്മാരെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. ഈ സമയം കൊണ്ട് അവരുടെ ധാർമ്മിക വശം വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് ആ ദർശനം ഇവിടെ ചേർത്താൽ ഒരുത്തർക്കും ഇടർച്ചയ്ക്ക് ഹേതുവാകയില്ല. എനിക്ക് ഒരുത്തരുടെയും ഉപദേശം ആവശ്യമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ രണ്ടും തനിയെയായിരിക്കുമ്പോൾ ശിഷ്യരെല്ലാം സ്നേഹിതരുടെ വീടുകളിലും ഗ്രാമത്തിലും മറ്റുമായി അവിടവിടെയായിരിക്കുമ്പോൾ നസ്രസിൽ തങ്ങി അമ്മയോട് സംസാരിക്കുന്നതും എന്റെ കരുണ നിറഞ്ഞ സ്നേഹിതയുടെ ഉപദേശം ചോദിക്കുന്നതും എത്ര ആസ്വാദ്യമായിരുന്നു. അമ്മയുടെ അടുത്ത് അവളുടെ മകൻ അല്ലാതെ ഞാൻ മറ്റൊന്നുമല്ലായിരുന്നു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഇത്രയും മാതൃത്വമുള്ള വേറൊരു സ്ത്രീ ഇല്ലായിരുന്നു. മാനുഷികവും ധാർമ്മികവുമായ എല്ലാ ഗുണങ്ങളും മാതൃത്വത്തിന്റെ നന്മകളും അവയുടെ പൂർണ്ണതയിൽ അമ്മയിലുണ്ടായിരുന്നു. അമ്മയോട് ഇത്രയും ബഹുമാനവും വിശ്വാസവും സ്നേഹവുമുള്ള ഒരു പുത്രനും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിനക്കും ഈ 12 പേരെ കുറിച്ച് അല്പം അറിവ് കിട്ടിയിട്ടുണ്ടല്ലോ. അവരുടെ നന്മകൾ, കുറവുകൾ, സ്വഭാവം, കഷ്ടപ്പാടുകൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഇവരെ ഒരുമയിൽ വളർത്തി ഉയർത്തി പൂർണ്ണരാക്കുക എന്നത് എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് ഗ്രഹിക്കാൻ ആർക്കാണ് കഴിയാത്തത്? അതുപോലെ ഒരു അപ്പസ്തോലന്റെ ജീവിതം എളുപ്പമുള്ളതാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരപ്പസ്തോലനാകുന്നവന് അഥവാ സ്വയം ആണെന്ന് വിചാരിക്കുന്നവന് പലപ്പോഴും ഇതാണ് വാസ്തവം. പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതം, സങ്കടങ്ങളില്ലാത്ത, എതിർപ്പുകൾ, പരാജയങ്ങൾ ഇവയൊന്നുമില്ലാത്ത ഒരു ജീവിതം ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് വിചാരം. എന്നെ സേവിക്കുന്നു എന്ന കാരണത്താൽ ഞാൻ അയാളുടെ ദാസനാകുകയും മുടക്കം കൂടാതെ അയാൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഇപ്പോഴുമുണ്ടോ? ജീവിതം പൂക്കൾ നിറഞ്ഞ ഒരു പരവതാനിയായി എളുപ്പമുള്ളതും മനുഷ്യദൃഷ്ടിയിൽ മഹത്വപൂർണവുമായിരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഇനിയുമുണ്ടോ? എന്റെ മാർഗം, എന്റെ ജോലി, എന്റെ സേവനം, കുരിശ്, ദുഃഖം, താഴ്ത്തപ്പെടൽ, ത്യാഗം ഇവയെല്ലാമാണ്. ഞാൻ അത് ചെയ്തു. എന്റെ സ്നേഹിതരാണെന്ന് സ്വയം പറയുന്നവരും അത് ചെയ്യട്ടെ. ഇപ്പറഞ്ഞതെല്ലാം എന്റെ ജോൺമാർക്ക് വേണ്ടിയല്ല, വിഷയക്കാരും അതൃപ്തരുമായ പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ്. അതുപോലെ വൃഥ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പണ്ഡിതന്മാരുടെ തർക്കങ്ങൾക്കുത്തരമായി ഞാൻ ചിറ്റപ്പൻ, ഇളയമ്മ മുതലായ പദങ്ങൾ ഉപയോഗിച്ചു. ഈ വാക്കുകൾ പലസ്തീനായിലെ ഭാഷയിൽ അപൂർവമാണ്, മിക്കവാറും ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ മേരിയുടെ ഏകപുത്രനാണോ എന്നും മേരി പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും കന്യകയായിരുന്നോ എന്നും മറ്റുമുള്ള തർക്കങ്ങൾ തീർക്കുവാനാണ് ഞാൻ ഈ പ്രയോഗങ്ങൾ സ്വീകരിച്ചത്. ആധ്യാത്മികമായ ദൈവികമായ ഐക്യത്തിലൂടെയാണ് എന്നെ അവൾ ഗർഭം ധരിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, അതിനു മുമ്പും പിമ്പും വേറൊരു ഐക്യവും അറിഞ്ഞിട്ടില്ല. വേറൊരു കുട്ടിയെയും അവൾ പ്രസവിച്ചിട്ടുമില്ല. ഭേദിക്കാത്ത ശരീരം, ഞാനും അതിനെ ഭേദിച്ചില്ല. അവളുടെ ഗർഭപാത്രം ഒരു പേടകമായിരുന്നു, പരിശുദ്ധ ത്രിത്വത്തിന്റെയും അവതരിച്ച വചനത്തിന്റെയും സിംഹാസനവുമായിരുന്നു.